രക്ഷിച്ചത് ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അതുപോലെ തന്നെ നൂഹ് നബിയുടെ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ, കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവർ തേടിയതായോ, അള്ളാന്റെ റസൂലിന്റെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത്? അതെ, ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടൊക്കെ പറഞ്ഞെന്നും തവസ്സല ബിഹി ആദം പറഞ്ഞു, വസ്തഗാസ ബിഹി നൂഹ് എന്ന് പറഞ്ഞതൊക്കെ അനിസ്ലാമികമായ വിഷയങ്ങൾ കള്ളം പറഞ്ഞതല്ലേ മൗലവിമാര് സ്വീകരിക്കൂല കേട്ടോ. കാരണം ഇവർക്ക് അള്ളാന്റെ ദീന് തകരണമെന്നല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നതൊരു ഉദ്ദേശമല്ല. മൗലവി ചോദിച്ചില്ലേ ബിഹഖി മുഹമ്മദ് എവിടെയാ ഉള്ളത്, ആരാ പറഞ്ഞത്, അത് കളവല്ലേ എന്ന് മൗലവി പറഞ്ഞില്ലേ. എന്നാ മൗലവിനെ ഞാനിതാ നാദാപുരത്ത് ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിയിടാൻ പോകുന്നു. തെറിപ്പിക്കാൻ കഴിയൂല സലഫി. ആദം നബി റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്നത് അത് ഇമാം സുബ്കിയെ പോലുള്ള ഇമാമീങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ അമ്പിയാക്കൾ ഇയാൾക്കെതിരായിരിക്കും, അമ്പിയാക്കളെ പേര് കള്ളം പറഞ്ഞതാണ് എന്ന് പറഞ്ഞില്ലേ. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് നിങ്ങളെ നേതാവ് അതാരാ അതേ നിങ്ങളെ നേതാവ്, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങേ തലക്കുള്ള നേതാവ്, നിങ്ങൾ അങ്ങേ തല. അതൊന്ന് വെച്ചോട്ടെ അവനെ, എന്നിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ, അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ, അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന കെ എം മൗലവി മുതൽ കെ പി മുഹമ്മദ് അലി, ഉമർ മൗലവി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. സലഫി പണ്ഡിതന്മാരെ കൂട്ടത്തിൽ അങ്ങേ തല ആരാണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അങ്ങേ തല. അത് തന്നെ മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന 1.25 റുപ്യന്റെ കിതാബിലും പറയുന്നു. കേട്ടോളി, ഇതിന് തുടക്കം കുറിച്ചത് മുജാഹിദിനെ, ഇതിന് തുടക്കം കുറിച്ചത് ഹിജ്റ 661 ഭൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളലക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയ്യ ആണ്. ഇങ്ങനത്തെ ഈ പറഞ്ഞ ഇബ്നു തൈമിയ്യ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇവരെ പോലത്തെ ഒരു പൗരോഹിത്യം ലോകത്താർക്കെങ്കിലും ഉണ്ടോ? ഇവരെ വിചിന്തനം, ആ വിചിന്തനം എന്ന പത്രത്തിൽ അവർ പറയുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ഇബ്നു തൈമിയ്യയുടെയും വാക്കുകൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ അയാളെ വാക്ക് ഖുർആൻ പോലെയാണ്. അപ്പൊ ഖുർആൻ പോലെ ഇവർ വിശ്വസിക്കുന്ന ശരിയായ പൗരോഹിത്യം വിശ്വസിക്കുന്ന പണ്ഡിതൻ, അവരുടെ ഏറ്റവും വലിയ അങ്ങേ തലക്കുള്ള പണ്ഡിതൻ ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ 2005 ഫെബ്രുവരി 25 വിചിന്തനത്തിലുള്ളതാണ്. ഇത് ഞാൻ മുമ്പ് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. മൗലവി അതിനെപ്പറ്റിയൊന്നും ഒന്നും പറയുന്നില്ല. മൗലവി പിന്നെയും പാട്ടുപാടുകയാണ്. എന്നാ സഹോദരന്മാരെ, ഇപ്രാവശ്യം മൂപ്പർക്ക് ഒറ്റക്ക് പാടിയിട്ട് കഴിയാത്തതുകൊണ്ട് കുറച്ച് കുട്ടികളെ പാട്ട് കൊണ്ടുവന്ന് അതങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നായിരിക്കട്ടെ, ഈ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ കിതാബാണ് മൗലവി. ഇനി ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത് ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇടയാളനാക്കി എന്നത് കളവാണ് ഇമാം സുബ്കി പറഞ്ഞത്. അതുപോലെ ഇമാമിങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾ ഇന്ന് അതാപുരത്ത് പ്രസംഗിച്ചില്ലേ? എന്നാൽ ഇബ്നു തൈമിയ്യയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? ഇബ്നു തൈമിയ്യയുടെ ഫതാവ 2-ാം വാള്യം കേട്ടോ മൗലവി. അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയാണ്, നീണ്ട സനദ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ. അൻ അബ്ദുല്ലാഹി ഇബ്നു സുഫിയാൻ അൻ മൈസറ ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, മൈസറ പറയാണ്, മതാ കുന്ത നബിയൻ, തങ്ങളെപ്പോഴാ നബിയായത്? ഖാല ലമ്മാ ഖലഖല്ലാഹുൽ അർള വസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന 7 സമാവാത്.
ആകാശങ്ങൾ ഭൂമികൾ പടച്ചു, ആകാശങ്ങളിലേക്ക് കരുതി അതിനെ 7ആയി പടച്ചു. വഖലഖൽ അർശ, അർശും പടച്ചു. കതബ അലാ സാഖിൽ അർശി മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ, അർശിന്റെ കാലിന്റെ മേൽ അതേ മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ എന്ന് രേഖപ്പെടുത്തി. വഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹ് സ്വർഗ്ഗം പടച്ചു. അല്ലതി അസ്കനഹ ആദമ വഹവ്വ, ആദം നബിയെയും ഹവ്വായിനെയും അവിടെ താമസിപ്പിച്ചു. ഫകതബസ്മി അലൽ അബ്വാബി വൽ ഔറാഖ്, സർവ്വ ഗേറ്റിന്റെ മേലും ഇലകളുടെ മേലും എന്റെ പേര് എഴുതി. വൽ ഖുദാബ് വൽ ഖിയാം, ഖുബ്ബകളുടെ മേലും ഖൈമകളുടെ മേലും. വആദമു ബൈന റൂഹി വൽ ജസദ്, അപ്പോഴൊക്കെ ആദം നബി റൂഹിന്റെയും ജസദിന്റെയും ഇടക്കാട്. ഫലമ്മാ അഹ്യാഹു അല്ലാഹു തആല, അങ്ങനെ അല്ലാഹു തആല ആദം നബിക്ക് ജീവൻ നൽകിയപ്പോ നളറ ഇലൽ അർശ്, ആദം നബി അർശിലേക്കൊന്ന് നോക്കി. ഫറഅസ്മി, അപ്പൊ എന്റെ പേര് അർശിന്റെ മേലെ കണ്ടു. ഫഅഖ്ബറഹുല്ലാഹു, അപ്പൊ അല്ലാഹ് ആദം നബിയോട് പറഞ്ഞു, അന്നഹു സയ്യിദു വലദിക, അല്ലെങ്കിൽ സയ്യിദു മുൽദിക, നിങ്ങളുടെ മക്കളുടെ നേതാവാണത് എന്ന് പറഞ്ഞു. ഫലമ്മാ ഗറഹുമ ശൈത്താനു, ശൈത്താൻ ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അങ്ങനെ അവസാനം ആദം നബി മറന്നിട്ട് പഴം പറിച്ചപ്പോൾ താബാ, ആദം നബി അല്ലാഹുവോട് തൗബ ചെയ്തു, ഹവ്വാ ബീവിയും. വസ്തശ്ഫഅ ബിസ്മി ഇലൈഹി, എന്റെ പേര് ഇടയാളനാക്കി അല്ലാഹുവിനോട് ആദം നബി ശഫാഅത്ത് തേടി, എന്റെ പേര് മുൻനിർത്തി അല്ലാഹുവോട് തേടി. ആരാ എഴുതിയത്? സലഫി എഴുതിയത്. അതാ നിങ്ങൾ അങ്ങേ തരക്കുള്ള നേതാവ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ